ഇന്ന് എന്നെ കുതികാൽ വെട്ടിയവന്മാർക്ക് വരെ എന്റെ സഹായം തേടിയവന്മാരാണ്. അത് വിജയനറിയാം. എന്റെ കുതികാല് വെട്ടാൻ നടക്കുന്നവന്മാര് എന്റെ ഔദാര്യവും സഹായവും തേടിയവരാണ്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ചില ആളറിയാം. എന്റെ അച്ഛന്റെ ഇച്ചിരി നക്കിയിട്ട് നന്ദികൾ കാണിക്കുന്ന നാറികൾ ചിലരുണ്ട്. ബാലകൃഷ്ണപിള്ള സാറ് ജീവിച്ചിരിക്കുന്ന കാലത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്, വിശിഷ്യ എന്നോട്, ഇവനെ ഇതിനകത്ത് കയറ്റരുത്, ഇവനിത് നശിപ്പിച്ചേ പോകുന്നു. പക്ഷെ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെറ്റത്തരം കാണിക്കുന്നവന്മാര് അതിന്റെ പുറകെ നടന്ന് എല്ലാം നക്കിയെടുത്തതിന് ശേഷം ബാലകൃഷ്ണയുടെ കാലിന്റെ അടി നക്കിയിട്ട് ഇന്ന് നാറിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ദൈവം കാണും, ജനങ്ങൾ കാണും എന്ന് മാത്രമേ പറയാനുള്ളൂ. 64 കൊല്ലം കൊണ്ട് അച്ഛൻ ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, മകനായ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. ഒരു ചില്ലിക്കാശിന്റെ പൈസ പോലും ഈ യൂണിയൻ ഓഫീസിൽ ചെലവാക്കിയിട്ടില്ല. എനിക്കൊന്നുമില്ല. 6 ബാലകൃഷ്ണപിള്ളയോടാണ് നന്ദിയോട് കാണിച്ചത്, നിങ്ങളോടല്ല. എല്ലാം 64 വർഷം നായർ സർവീസ് സൊസൈറ്റിയെ പത്തനാപുരത്ത് വളർത്തിയെടുത്ത ഒരു പിരിവില്ലെന്ന് ആലോചിക്കണം. 300 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കി. ഇതൊരു പൈസ ഒരു നായരുടെ ഇത് പിരിച്ചിട്ടില്ല ബാലകൃഷ്ണപിള്ള. ആ 6 ബാലകൃഷ്ണപിള്ളയാണ് കുതികാൽ വെട്ടിയത്. മരണശേഷം കുതികാല് വെട്ടിയവന്മാരെ ദൈവം വെറുതെ വിടത്തില്ല എന്നുള്ളത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ രക്തം ചിന്തിയ കാശുകൾ കൊണ്ടാണ് ഈ കാണുന്ന സൗധങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെ വന്നാണ് ഇതിന് നേതൃത്വം കൊടുത്ത് ഈ പണികളൊക്കെ ചെയ്യിച്ചത്. കമ്മിറ്റിക്ക് യാതൊരു അവകാശവുമില്ല. സെക്രട്ടറി ചെക്ക് കൊണ്ട് കൊടുത്തോണം, ഒപ്പിട്ട് കൊടുത്തോണം. അതിനപ്പുറത്തോട് ചോദിക്കാൻ പാടില്ല. സെക്രട്ടറിയും ചോദിക്കാൻ പാടില്ല, ഭരണസമിതി അംഗങ്ങളും ചോദിക്കാൻ പാടില്ല. ഒരടിസ്ഥാനം ഒരുക്കിയില്ല. ഇതെല്ലാം നേരത്തെ ഉള്ളത് തന്നെ. കെട്ടിടം വെട്ടി മുങ്ങിച്ചു. പത്തനാപുരം താലൂക്കിലെ നായന്മാർക്ക് ഇരുന്ന് പൊതുയോഗം കൂടേണ്ട സ്ഥലം വെട്ടി കീറി പല കഷണമാക്കി വെച്ചു. അത്രയും ഒരു ഉപകാരം ചെയ്തു. ഇപ്പോൾ പൊതുയോഗം കൂടണമെങ്കിൽ എവിടെയെങ്കിലും മറ്റ് ആളുകൾ അന്വേഷിച്ച് പോകേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ എങ്ങനെ ജയിച്ചതെന്നും തോറ്റെന്നും നമുക്ക് അറിയാമല്ലോ. അങ്ങനെ 3 തവണ തോറ്റിട്ട് പിന്നെയും നിൽക്കുമ്പോൾ ആരാ സഹായിച്ചെന്നൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾ കണ്ടു. ഇതൊന്നും നല്ലതല്ല. ഇതുപോലുള്ള അലവരാതികളെ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കണ്ടേ എന്ന് മാത്രം ദൈവത്തോട് മോൾ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സാഹചര്യം അനുസരിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 28-ാം തീയതി യൂണിയൻ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യൂണിയൻ്റെ പ്രസിഡന്റ് കമ്മിറ്റി കഴിഞ്ഞപ്പോൾ വളരെ മോശമായ രീതി അനുസരിച്ച് കമ്മിറ്റി സംസാരിക്കുകയും അത് കഴിഞ്ഞ് യൂണിയൻ കമ്മിറ്റിയിൽ ഭരണസമിതിയിലുള്ള ഒരു അംഗത്തിനെ പട്ടാഴി ക്ഷേത്ര മൈതാനത്തിട്ട് ദേഹോപദ്രവം ചെയ്യുകയും ചെയ്യും. അത് ചെയ്യാനുണ്ടായ സാഹചര്യം പത്മ കഫേയായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ ചോദിച്ചു. മന്നത്ത് ആചാര്യൻ്റെയും ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെയും 2 പ്രതിമകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി വേണ്ട 80 ലക്ഷത്തോളം രൂപ സംഭരിച്ചു. അതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പോൾ പുറത്തറിയാൻ വയ്യാത്ത ഒരു പരിസ്ഥിതിയിൽ ആ കണക്കുകൾ ചോദിച്ചതാണ് ആ ലഹള ഉണ്ടാകാനുള്ള കാരണം. ആ കാരണം അനുസരിച്ച് അത് ചങ്ങനാശ്ശേരി NSS യൂണിയനെ, ചങ്ങനാശ്ശേരി ജനറൽ സെക്രട്ടറിയെ അറിയിക്കുകയും രജിസ്ട്രാറെ അറിയിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ 11 പേര് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം രാജിവെച്ച പലരുടെയും ഭവനങ്ങളിൽ മന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഗുണ്ടകളെ ഉൾപ്പെടുത്തി പല വീടുകളിൽ നിന്ന് പോയി 2 പേരുടെ കയ്യിൽ നിന്നും കൊടുത്ത രാജിക്കത്ത് പകരം രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി മേടിച്ചു. എങ്കിൽ പോലും ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് രജിസ്ട്രാർ നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിടുകയും പുതിയ അഡ്കോ കമ്മിറ്റി ചാർജ് എടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ 4 മണിയായപ്പോൾ പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ്റെ അഡ്കോ കമ്മിറ്റി ചാർജ് എടുത്തു.